ഉള്ളത് രസാട്ട അമ്മമ്മ. അമ്മമ്മീന് മുടി മുറിക്കണ്ടട്ടാ. ഇങ്ങനെ പറയും കൊച്ചുമോള്. അപ്പൊ നമ്മളിവിടെ ചായ വെക്കാൻ പോകും. കൊച്ചുമോള് അതും പറയില്ല. പുറത്ത് പോയിട്ട് ചായ കൊച്ചുമോള് ഒരു ദിവസം ലൈവിലിടും. നമ്മള് ചായ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പോകും. ഇവിടെ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ ബാഗ് വെച്ച് ചായ ഉണ്ടാക്കാം. ഒരു നാൾ നിന്റെ വരവ് നോക്കി ഞാൻ നിന്നു. മധുരം അപ്പൊ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ചു. അപ്പൊ ഇനി മുതൽ ചായക്കടയിൽ പോയി ചായ കുടിക്കൽ മതി. കപ്പ് കാണിച്ച ഇതെവിടെ നടത്തിട്ടുണ്ട് ചായക്കപ്പാണ്. ചായ കുടിച്ച് കുടിച്ച് കറയെല്ലാം പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. ചായക്കടയിൽ പോകാൻ മടിച്ചിട്ട് എടുക്കുന്ന പണിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ ഇതാ പുറത്തിറങ്ങാൻ മടിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചായ ഉണ്ടാക്കിയാണ്. പിന്നെ അടച്ചിട്ട് പോയ കസ്റ്റമർ വന്നാൽ അവർ മടങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ പുറത്ത് ചെയ്യുന്നില്ല. കസ്റ്റമർ വന്നിട്ട് അധികം എത്ര പൈസ എന്താ ആവശ്യം. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പൊ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് റെഡ് ലേബിളിന്റെ ചായപ്പൊടിയാണ് വാങ്ങിക്കുന്നത്. റെഡ് ലേബിൾ അതിന്റെ ഇതുണ്ട്. റെഡ് ലേബിൾ ഇതിലെടുത്ത് വെച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളെ ചായ. ചായ ഇത് മിക്കവാറും 2-3 മാസം എത്തും. കട്ടൻ ചായ വെക്കുന്നോണ്ട് കുറച്ചല്ലേ പൊടി പൊടി. അപ്പൊ നമ്മളിവിടെ ചായ ഉണ്ടാക്കും. ഇതിലൊരു സ്പൂൺ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്പൂൺ വെള്ളം തിളച്ചിട്ടുണ്ട്. ചായപ്പൊടി ഇതിലിട്ട് വെച്ചത് അത് ഓഫ് ചെയ്യാം. ഫ്രീയായിട്ട് ചൂടുള്ള വെച്ച് കഴുകാൻ രണ്ടും ഓഫായില്ലേ. ഗ്ലാസും പാത്രങ്ങളിലിടാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ് എടുത്തിട്ട് വരാം വീട്ടിൽ നിന്ന്. ഒന്ന് ചൂടുവെള്ളത്തിൽ പൊട്ടി കഴുകണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചായ എടുക്കാൻ. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകും. ഇത്രേ വേണ്ടു കേട്ടോ. ഇത് നമ്മുടെ ത്രെഡിങ്ങിന്റെ നൂലാണ്. ഇതത് ഇതിൽ പകർത്തി വെച്ച ചായപ്പൊടി കേട്ടോ. റെഡ് ലേബിൾ തന്നെയാണ്. എനിക്കതാണ് ഇഷ്ടം. നല്ല ചായ ആയിരുന്നു. ആ കമ്പനിക്കാരോട് പറഞ്ഞോ. ആ കമ്പനിക്കാർ കേട്ടോ നല്ലതാണ് റെഡ് ലേബിൾ. ഞാൻ അതാ ഉപയോഗിക്കല് കേട്ടോ. സമ്മാനം തന്നെ തന്നോട്ടില്ല അവര്. പിന്നെ കുറെ കമ്പനിക്കാർ സമ്മാനം കുറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. പണ്ട് ഞാൻ മറ്റേ ഇതിന്റെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഡബിൾ ഹോഴ്സിന്റെ ആ കമ്പനിയുടെ പൊട്ടുപൊടിയിൽ അവര് ചൂടാറാണ്ട് പാക്ക് ചെയ്തു. വീട്ടിൽ കൊണ്ടുവന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി. റവയായിരുന്നു, റോസ്റ്റ് റവ. അതവര് കറക്റ്റ് ചൂടാറാണ്ട് പാക്കിങ് ചെയ്യുമ്പോൾ അത് ഫംഗസായി. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചു. അവരാ പരാതി കൊടുത്തു. അപ്പോൾ അവര് നല്ല മര്യാദയുള്ളവരെ പേടിച്ചിട്ടാണോന്നറിയില്ല. പെട്ടെന്ന് മേഡം അത് സോറി അത് മറ്റേ പൊടിയായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. വെന്ത് ഒരുപാട് ഇത്ര വേണ്ടു ചായ. ഇങ്ങനെ ഞങ്ങൾ ലൈറ്റ് ചായ നമ്മളെ കട്ടൻ ചായ കണക്ക്. എന്നിട്ടുണ്ടല്ലോ അവര് കുറെ പ്രൊഡക്റ്റ് എനിക്ക് കമ്പനിയിൽ നിന്ന് ഫ്രീ ആയി കുറെ അനീഷയ്ക്കും കൊടുത്തയച്ചു. അനീഷ വീട്ടിലേക്ക് ഞങ്ങളെ പെരുമ്പേനാ ഒരു ഫുഡ് വാങ്ങി, ബിരിയാണി. വീട്ടിൽ കൊണ്ട് കുളിച്ചെല്ലാം ഇത് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ അന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല. നാട്ടിൽ പോയി വന്ന ദിവസം ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴേക്ക് ഇതിങ്ങനെ ഉരിഞ്ഞോളാം കേടായി. എന്നപാടും ഞാൻ എനിക്ക് നമ്പറില്ല. ശ്രീരാഗ് നമ്പർ വന്നു. അവനെ വിളിക്കും. ആ നമ്പർ വന്നു. ഞാൻ ഉടനെ വിളിച്ചു. നമ്പർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്നത് എന്താ സംഭവം. അന്നേരം അവർ വിളിച്ചിട്ട് പറഞ്ഞു മേഡം അത് സോറി എന്ന് പറ്റിപ്പോയതായിരിക്കും. നേരത്തെ പാക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ വീട് പറഞ്ഞാൽ നേരെ കൊടുത്തുവിടാം. ബിരിയാണി വേണം, അതിന് നിങ്ങളുടെ പൈസ തിരിച്ചു തരാം. പൈസ ഒന്നും വേണ്ട, എനിക്ക് വിശന്നിട്ടാണ് ഉള്ളത്. ഇവിടെ ഒന്നുമില്ല ഭക്ഷണം കിട്ടുന്നത്. ഉടനെ കൊടുത്തയച്ചു. ഫ്രൈഡ് റൈസ് കൊടുത്തയച്ചു. ഫ്രൈഡ് റൈസ്
പിന്നില്ല. ചിക്കൻ ഫ്രൈ നമ്മ ഇത്രയും പൈസ മുടക്കിയിട്ടെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോ ഇങ്ങനെ കാണുമ്പോ ആർക്കാരും ദേഷ്യം വരില്ല. പിന്നെ ശരിക്കും അതിനെ പരാതിപ്പെടേണ്ടതാണ്. ഞാൻ പിന്നെ ഇതിനാന്ന് വെറുതെ വിചാരിച്ചു. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചായൻ്റെ കടിയിലും ഇത് റിസ്ക് എന്താണത്? ബ്രിട്ടാനിയൻ്റെ റസ്ക്. ബ്രിട്ടാനിയ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് പൊട്ടിച്ചാണിക്കണോ? ചായ ബ്രിട്ടാനിയ ചായയിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടാണ്, നമ്മൾ ഷുഗർ കട്ടാണ്. 2-3 മാസമായി ഷുഗർ കട്ടാണ്. അപ്പോൾ റസ്കിൽ കുറച്ച് മധുരം ഉണ്ട്, പക്ഷെ ഇന്നതാണ് കഴിക്കാൻ വിചാരിച്ചു. മധുരമൊക്കെ ഉണ്ട്, പക്ഷെ മധുരം അളവ് കുറവാണ്. അപ്പോൾ റസ്ക് ചായയിൽ മുക്കി കഴിക്കുന്നതാണ്. ടീ ടൈം ഫസ്റ്റ് മാറ്റി ലൈറ്റ് ചായ. ഇതാ നല്ലത് എനിക്ക് ചായക്കടയിൽ പോയിട്ട് സമയം കളയുന്നതിനൊക്കെ. ചൂടുണ്ടോ? അപ്പോൾ ഓക്കെ, ചായ കുടിച്ചിട്ട് വരാം.